ഹലോ. ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ടൊരു വൺ ഡേ ട്രിപ്പിന് പോവുകയാണ്. ഞങ്ങൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ വെളുപ്പിനൊരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ആദ്യം പോയത് ഞങ്ങള് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലായിരുന്നു. അവിടെ 4 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് കയറിയിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു നേരെ ഇടുക്കിയിലേക്ക്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്പോട്ട് വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസിലായിരുന്നു. ചാർലി സിനിമയിലെ കംപ്ലീറ്റ് മിനറൽസ് എന്ന് പറഞ്ഞ് ചാർലി വന്ന് നിൽക്കുന്ന ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അവിടെയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഇടുക്കിയിലെ കുട്ടിക്കാനത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. ആ ഒരു റോഡ് സൈഡിലായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ വന്ന് നിന്നതിന് ശേഷം പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് പോയി. കുട്ടിക്കാനത്ത് അടുത്തുള്ള ഒരു വളരെ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു പാലസിലേക്കായിരുന്നു നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മച്ചി കൊട്ടാരം. ഇത് എനിക്ക് തോന്നുന്നു ഒഫീഷ്യലി ഒരു ടൂർ പ്ലേസ് അല്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ പോയ ടൈമിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം വന്നു. ഫുൾ കാടാണ്, ഫുള്ള് കാടായിട്ട് അതിന്റെ മധ്യത്തായിട്ടാണ് ഈ ഒരു കൊട്ടാരം വരുന്നത്. എന്തോ ആ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയാ, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേസ്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു റോഡ് സൈഡിലാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നെക്സ്റ്റ് പ്ലേസിൽ പോയി. അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിലായിരുന്നു ഞങ്ങൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണിത്. ഏകദേശം 200 മീറ്റർ നീളം ഉണ്ട് ഈ പാലത്തിന്. അപ്പൊ ശരിക്കും നമ്മൾ ഇതിൽ കൂടെ നടക്കുമ്പോൾ ഈ പാലം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടും കേട്ടോ. പോരാത്തതിന് നല്ല കാറ്റുമാണ്. അപ്പോ ശരിക്കും പേടിയാവും ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. അപ്പൊ ഞങ്ങള് പാലം ഫുള്ളായിട്ടൊന്ന് നടന്നതിന് ശേഷം പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പോൾ ഈ ഒരു അയ്യപ്പൻ കോവില് വരുന്നത് കുറച്ച് അപ്പുറത്തോട്ടാണ്. അപ്പൊ ഒരു വള്ളം ഉണ്ട്, ആ വള്ളത്തിൽ നമുക്ക് പോവാവുന്നതാണ്. ഞങ്ങൾ വള്ളത്തിലൊന്നും കയറില്ല, ജസ്റ്റ് അവിടേക്കൊന്നും കണ്ടതിന് ശേഷം ഉച്ചയായി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് അഞ്ചുരുളി ടണലിലായിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. അപ്പൊ ഈ ഒരു ടണൽ വരുന്നത് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അത് കുറച്ച് താഴോട്ട് നമ്മൾ ചെന്നാലേ ആ ഒരു ടണൽ കാണാൻ പറ്റൂ. പക്ഷെ ഞങ്ങളൊന്നും അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. മുകളിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പോൾ അമ്മ ഇവിടെ ഒരു ഊഞ്ഞാല് ഉണ്ടായിരുന്നു, അതിന് ജസ്റ്റ് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബോർഡില്, ഈ അധിക നേരം ഇവിടെ നിൽക്കരുത്, മലവെള്ളം വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റത്തെ സ്ഥലമാണ് ഇടുക്കിയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന കാൽവരി മൗണ്ടിലേക്കായിരുന്നു നെക്സ്റ്റ് നമ്മുടെ യാത്ര. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു. അപ്പോൾ ഏകദേശം എൻട്രി പോയിന്റിൽ നിന്ന് 800 മീറ്റർ അകലെയാണ് ഈ ഒരു കാൽവരി മൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നടന്നു പോവാം, അല്ലെങ്കിൽ ജീപ്പ് സർവീസും ഉണ്ട്. ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടിങ്ങനെ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഹേഷിന്റെ പ്രതികാരം, ഇടുക്കി ഗോൾഡ് തുടങ്ങിയ മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്തതൊക്കെ ഇവിടെയായിരുന്നു. അപ്പോൾ സൂപ്പർ ആയിരുന്നു, എന്താ പറയാൻ വാക്കുകളില്ല. നല്ല കിടിലം പ്ലേസ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫുള്ള് തേയിലത്തോട്ടവും പുൽമേടും എല്ലാം ഒക്കെ ആയിട്ട് കിടിലം പ്ലേസ് ആയിരുന്നു. അപ്പോൾ നേരിട്ട് വന്ന് അത് കണ്ടാലേ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റൂ. സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കപ്പലിന്റെ മോഡലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ അങ്ങനെ കയറുകയാണെങ്കിൽ അവിടെ 50 രൂപയും കണ്ടായിരുന്നു എൻട്രി ഫീ വരുന്നത്. അപ്പോൾ അതിന്റെ താഴെയായിട്ട് തന്നെ ഒരു ചെറിയ ബോട്ടിങ് സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല, ജസ്റ്റ് ഇങ്ങനെ ഇവിടെയൊക്കെ ഈ ഒരു മൗണ്ടിൽ വന്നിട്ട് ഫുള്ളൊന്ന് ചുറ്റിക്കണ്ടു. അപ്പോൾ ഈ ഒരു കാൽവരി മൗണ്ടിൽ എൻട്രി ഫീ 40 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ദിവസം വേണമെങ്കിൽ ഒന്ന് തങ്ങാനുള്ള റിസോർട്ടും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു, പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് കിടിലം പ്ലേസ് ആയിരുന്നു. അപ്പോൾ ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ പ്ലേസ് കേട്ടോ.
അപ്പോൾ ഞാനും അമ്മയും അച്ഛനും എല്ലാവരുമായിട്ടൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ പ്ലേസ്. അപ്പോൾ നമ്മളിവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നല്ല കോടയും തണുപ്പും കാറ്റും ഒക്കെ കൊണ്ട് നല്ല നല്ല രസമായിരുന്നു. നല്ലൊരു ഫീലായിരുന്നു ഇവിടെ നിൽക്കാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരുമായിട്ട് ഒരുപാട് നേരം ഇവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങള് വീട്ടിലേക്ക് പോവാൻ തിരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഒരു 12 മണിയൊക്കെ ആയപ്പോഴും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് ഫാമിലി ആയിട്ട് പോയിട്ടുള്ള നല്ല മോസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. അടിപൊളിയായിരുന്നു.